ഹലോ ഗൈസ്, ഗൗരീശങ്കരത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മിഥുൻ ഒരു പെങ്കൊച്ചുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് നമ്മുടെ ഗൗരിയും ശങ്കറും വണ്ടിയിൽ പോകുമ്പോൾ കണ്ടിട്ട് അവർ വണ്ടി നിർത്തുവാണ് കേട്ടോ. എന്നിട്ട് പരസ്പരം പറയുന്നുണ്ട്, ഇത് അവനല്ലേ ആ പഞ്ചാരക്കൂട്ടൻ, അവൻ ഇന്ന് തെളിവോടുകൂടെ പൊക്കണമെന്ന് പറയുകയാണ്. ആ സമയത്ത് മിഥുൻ ഇങ്ങനെ പറയുന്നുണ്ട്, എന്തായാലും ഗൗരിയും ശങ്കറും എന്നെ കണ്ടു, അത് ശരിക്കും നവീനാണ് കേട്ടോ, ഇനിയിപ്പം എൻ്റെ കാര്യമൊക്കെ ഇനി ഇവിടുന്ന് പോകാമെന്ന് പറഞ്ഞ് അവിടുന്ന് പോവാണ് കേട്ടോ. അപ്പോൾ ആ സംസാരിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടിയുടെ അടുത്തേക്ക് ഗൗരിയും ശങ്കറും ചെല്ലുവാണ്. എന്നിട്ട് പറയുകയാണ്, ഒരു 10 മിനിറ്റ് കുട്ടി ഞങ്ങളോട് വരണം, കുറച്ച് കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറയുവാണ് കേട്ടോ. അതേ സമയത്ത് മിഥുൻ എന്നുവെച്ചാൽ നവീൻ നമ്മുടെ ആരതിയെ വിളിക്കുവാണ് കേട്ടോ. ആരതിയെ വിളിക്കാൻ നേരത്ത് ആരതി ഫോൺ എടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അടുത്ത ആഴ്ച ഞാൻ ചെന്നൈക്ക് പോവാണ്, പോകുന്നതിന് മുമ്പ് നമുക്കൊന്ന് പുറത്ത് പോയാലോ, ഒരു കോഫി കുടിക്കാനും കുറച്ച് ഷോപ്പിങ്ങിനും എന്നൊക്കെ പറയുമ്പോൾ ആരതി പറയാണ്, അതൊന്നും പറ്റത്തില്ല, അച്ഛനതൊന്നും സമ്മതിക്കില്ല, അച്ഛനോട് ചോദിക്കാൻ പറ്റില്ല, നാണക്കേടാന്ന് പറയുമ്പോഴത്തേക്കും മിഥുൻ പറയുകയാണ്, അത് കുഴപ്പമില്ലെന്ന് ഞാൻ ചോദിക്കാമെന്ന് പറയുമ്പോൾ ആരതി പറയുകയാണ്, അയ്യോ അത് വേണ്ട എന്ന് പറയുമ്പോൾ മിഥുൻ പറയുകയാണ്, എന്നാൽ ശരി, നാളെ താൻ എൻ്റെ കൂടെ വാ, താൻ വരുമെന്നുണ്ടെങ്കിൽ സ്വമേധ വരുമെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്നില്ല പ്രൊഫസറിനോട്, അല്ലെങ്കിൽ ഞാൻ ചോദിച്ചിട്ട് നമുക്ക് പോകാമെന്ന് പറയും. ഇപ്പോൾ ആരതി പറയുകയാണ്, വേണ്ട ഞാൻ വരാം, പക്ഷേ ഞാൻ പെട്ടെന്ന് തിരിച്ചു വരും കേട്ടോ എന്നൊക്കെ പറയുവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗൗരി ശങ്കറും പെങ്കൊച്ചുമായിട്ട് സംസാരിക്കുന്നതാണ്. അവർ പലതവണ ചോദിക്കുന്നുണ്ട്, നിനക്ക് എങ്ങനെയാണ് മിഥുനെ അറിയുന്നത്, പക്ഷേ പെങ്കൊച്ച് ഏത് ഡോക്ടർ മിഥുൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുവാണ്. അവസാനം പറയുവാണ്, നിങ്ങൾ എന്നെ ഇവിടുന്ന് പോകാൻ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കുമെന്ന് പറയുമ്പോൾ ശങ്കറിന് ദേഷ്യം വന്നിട്ട് പറയുവാണ്, എന്നാൽ കുട്ടി എന്നൊക്കെ പോലീസിനെ വിളിച്ചോ, കുഴപ്പമില്ല, വിളിക്കുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ശങ്കർ മഹാദേവനാണെന്ന് പറയാൻ മറക്കരുത് കേട്ടോ എന്ന് പറയും. അതല്ലേ വേണ്ട കൊച്ചെ, ഒരു കാര്യം ചെയ്യുക, തൃശ്ശൂരത്തെ ചാരങ്ങാട്ടിലെ ശങ്കർബായി എന്ന് പറഞ്ഞാലും പോലീസുകാർക്ക് മനസ്സിലാവുമെന്ന് പറയുമ്പോൾ കൊച്ച് പേടിച്ചിട്ട് പറയുകയാണ്, ഞാനും മിഥുനും തമ്മിൽ 4 വർഷമായിട്ട് റിലേഷൻഷിപ്പിലാണ്, ഞങ്ങൾ ലിവിങ് ടുഗദറൊക്കെയാണ്, കല്യാണം ഇങ്ങനെ വീട്ടിൽ പറയാമെന്നൊക്കെ ഓർത്തിരിക്കുക എന്ന് പറയുമ്പോൾ ഇത് കേട്ട് ഗൗരിയും ശങ്കറും ഞെട്ടുവാണ് കേട്ടോ. എന്നിട്ട് ഗൗരി പറയുന്നുണ്ട്, എൻ്റെ അനിയത്തിന് വിവാഹം കഴിക്കാനിരിക്കുന്ന ആളാണ് മിഥുൻ, കുട്ടി ഞങ്ങളുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ കുട്ടിക്കും രക്ഷപ്പെടാം, എൻ്റെ അനിയത്തിയുടെ ജീവിതവും രക്ഷപ്പെടും എന്ന് പറയുകയാണ് കേട്ടോ. അത്രയും കാണിച്ചുകൊണ്ട് ആ സീൻ അവസാനിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ധ്രുവമച്ചാനെയാണ്. നമ്മുടെ ധ്രുവമച്ചാനാണെങ്കിൽ നവീനെ ഒരുപാട് പ്രശംസിക്കുകയാണ് കേട്ടോ, മിഥുനായിട്ട് അഭിനയിച്ച് പൊളിക്കുകയാണല്ലോ എന്നൊക്കെ പറയുവാണ്. അതിനുശേഷം നമ്മുടെ കൂട്ടുകാരോടൊക്കെ ധ്രുവൻ പറയുവാണ്, ഇനിയൊരു വലിയ ട്വിസ്റ്റ് ഉണ്ട്, അതെന്ന് പറയുന്നത് ആരതിയുടെ കല്യാണം മുടങ്ങും, അത് മുടങ്ങാൻ പോകുന്നതാണെങ്കിൽ നമ്മുടെ ഗൗരിയും ശങ്കരും കാരണം അവർ തന്നെ ഇനി മിഥുൻ്റെ പുറകെ പോയി ഓരോ തെളിവ് ഒപ്പിച്ച് കല്യാണം മുടക്കിക്കോളും എന്നൊക്കെ പറയണം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് ചോദിക്കുന്നുണ്ട്, എടാ പക്ഷേ ഇത് എത്ര നാളിങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റും, എപ്പോഴേലും മിഥുൻ്റെ കാര്യങ്ങളോ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പുറത്ത് വരുമ്പോഴെന്ന് പറയുമ്പം നമ്മുടെ ധ്രുവൻ പറയുന്നുണ്ട്, അത് കുഴപ്പമില്ല, അതിനു മുമ്പേ നമ്മൾ അതിനിടയ്ക്കുള്ള സമയം കൊണ്ട് നമ്മൾ ഗൗരീനെയും ശങ്കറിനെയും വീട്ടിൽ നിന്ന് പുറത്താക്കും, ഇനി ഒരു ടെസ്റ്റും കൂടി ഉണ്ടെന്ന് പറയുമ്പോൾ അവർ പറയുവാണ്, ടെസ്റ്റ് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി, ടെസ്റ്റ് എന്ന് പറയുന്നത് ശങ്കർ മഹാദേവനാണ് ആദർശന് ഈ അവസ്ഥയ്ക്ക് കാരണം എന്നല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവരൊന്നും മിണ്ടുന്നില്ല കേട്ടോ. ചിരിക്കുവാണ് രണ്ടുപേരും, നവീനും ധ്രുവമച്ചാനും. അത് കഴിയുമ്പോൾ നവീൻ പറയുന്നുണ്ട്, എനിക്ക് ഗൗരിയെ കിട്ടിയില്ല, അവളെ ഇനി സമാധാനമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സമ്മതിക്കുകയില്ല എന്ന് പറയുവാണ് കേട്ടോ. എന്നിട്ട് പറയുവാണ്, ഇനി അവൾക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ പണിയെന്ന് പറഞ്ഞാൽ പ്രൊഫസറും ആദർശും ആ വീട്ടിലുള്ള എല്ലാവരും അവളുടെ കെട്ടിയവനും തള്ളി പറയും, ആ അവസ്ഥയിലോട്ട് ഞാൻ എത്തിക്കും, എന്നിട്ട് ധ്രുവമച്ചാൻ ഇനി ആരതി കിട്ടും എന്ന് പറയും കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ ധ്രുവന് ഭയങ്കര സന്തോഷമാവുകയാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്നതെന്ന് വെച്ചാൽ ചാരങ്ങാട്ട് വീടാണ്. ചാരങ്ങാട്ട് വീട്ടിലോട്ട് ഗൗരിയും ശങ്കറും വരുമ്പം നമ്മുടെ രാധാമണി തങ്കച്ചി മഹാദേവനും കൂടെ കളിയാക്കുവാണ് കേട്ടോ. എന്നിട്ട് കുട്ടിശങ്കരൻ പറയുന്നുണ്ട്, അച്ഛനെ ഞാൻ എതിർത്തൊന്നുമല്ല, വേണിമോളുടെ സന്തോഷം എന്താണോ അതാണ് എൻ്റെ സന്തോഷം എന്നൊക്കെ പറയുമ്പോൾ രാധാമണി തങ്കച്ചി പറയുന്നുണ്ട്, സ്വന്തം അനിയത്തിയുടെ ജീവിതം കളഞ്ഞിട്ടാണോ എന്നൊക്കെ ചോദിക്കുമ്പം നമ്മുടെ മണിമുത്തശ്ശി അവിടെ ഇരുന്ന് മണി അടിക്കുകയാണ് കേട്ടോ. അത് കേട്ട് ഗൗരി അവിടെ ചെന്നിട്ട് പറയുകയാണ്, പേടിക്കണ മുത്തശ്ശി, നമ്മുടെ വേണിക്ക് കുഴപ്പമൊന്നുമില്ല, അച്ഛനൊക്കെ ചെറിയ ദേഷ്യം വന്നു, എന്നാലും അവളിപ്പോൾ അവിടെ സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നതെന്ന് പറയുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ മഹാദേവൻ പറയുവാണ്, എൻ്റെ മോളുടെ ജീവിതം ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ കുട്ടിശങ്കരൻ കളിയാക്കുവാണ്, പടിയരച്ച് പിണ്ണം വെച്ച് പുറത്താക്കി ഇനി ഇങ്ങനൊരു മോളില്ല എന്നൊക്കെ പറഞ്ഞിട്ടോ, എന്നിട്ടും അച്ഛനെ അവളെക്കുറിച്ച് ആലോചിക്കാതിരിക്കാൻ പറ്റണില്ല അല്ലേ. അച്ഛന് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിശങ്കരനെ ഇഷ്ടമെന്ന് പറയുമെങ്കിലും അച്ഛൻ്റെ 3 മക്കളെ ഇഷ്ടമെന്ന് ഞങ്ങൾക്ക് അറിയാമെന്ന് പറയുകയാണ് കേട്ടോ ശങ്കർഭായി. അതേ സമയത്ത് നമ്മുടെ ശേഖരൻ അങ്ങ് കയറി വരുവാണ്. എന്നിട്ട് നമ്മുടെ ഗൗരിയും ശങ്കറും കൂടെ മുറിയിലോട്ട് പോകാൻ തുടങ്ങാൻ നേരത്ത് നമ്മൾ രാധാമണി തങ്കച്ചി പറയുന്നുണ്ട്, എൻ്റെ മോൾ അവിടെ ഇങ്ങനൊരു ജീവിതം ജീവിക്കുന്നു, നിന്നെ ഇവിടെ സൂചിച്ച് ഞാൻ വാഴിക്കുമെന്ന് നീ പ്രതീക്ഷിക്കേണ്ടതെന്ന് വേണിയോട് പറയുവാണ്, നമ്മുടെ ഗൗരിയോട് പറയുവാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ ശേഖരനും പറയുവാണ്, നേരെ എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയതിന് കാരണക്കാരിയായ ആളെ ഞാനും സമാധാനമായിട്ട് ഇവിടെ ജീവിക്കാൻ സമ്മതിക്കുമെന്ന് ഓർക്കണ്ടെന്ന് പറയുന്നുണ്ടോ. ഇതെല്ലാം കേട്ട് നമ്മുടെ ഗൗരി ഇങ്ങനെ പകച്ചവിടെ നിൽക്കുവാണ്.
ശങ്കർ പറയുന്നുണ്ട് വാ നമുക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. ശങ്കർ അതൊന്നും വലിയ വിലക്ക് എടുക്കുന്നില്ല കേട്ടോ. അത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.